സാമൂഹ്യ സുരക്ഷാ പദ്ധതിയിൽ രാജ്യത്തിന് തന്നെ മാതൃകയായിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സ്വന്തം കേരളം. നിരവധി അനവധി ജനങ്ങൾക്ക് ഒരുപാട് ആശ്വാസം നൽകുന്നതാണ് നമ്മുടെ സർക്കാർ നൽകിക്കൊണ്ടിരിക്കുന്ന ഈ ആനുകൂല്യങ്ങൾ. ഒരു പതിറ്റാണ്ടായി കേരളത്തിലെ സാമൂഹിക സുരക്ഷയുടെ അടിത്തറയാണ് വിവിധ തരത്തിലുള്ള സുരക്ഷാ പെൻഷനുകൾ. മാസം തോറും മുടങ്ങാതെ ലഭിക്കുന്ന 2000 രൂപ പെൻഷൻ കൊണ്ട് അഭിമാനത്തോടെ ജീവിക്കുന്ന അശരണരായ മനുഷ്യരുടെ ആശ്രയമാണ് സുരക്ഷാ പെൻഷനുകൾ. അതൊരവകാശമാക്കി മാറ്റിയും കാലാകാലങ്ങളിൽ വാഗ്ദാനം ചെയ്തതുപോലെ വർദ്ധിപ്പിച്ചും പെൻഷൻ തുക വീട്ടിലെത്തിച്ചുമെല്ലാം അവർക്ക് ഈ സർക്കാർ കരുതലൊരുക്കുകയാണ്. സുരക്ഷാ പെൻഷനുകൾ അനാവശ്യ ചെലവാണെന്ന് ചിലർ, ഭാവിയിൽ അത് നൽകേണ്ടതില്ലെന്ന് മറ്റു ചിലർ. സാമ്പത്തിക പ്രതിസന്ധിയും പേറി ഈ പിന്തുണാ സംവിധാനത്തെ ഈ സർക്കാർ കൊണ്ടു നടക്കുന്നതെന്തിനെന്നു വരെ പ്രതിവാദങ്ങൾ ഉയരുമ്പോൾ സാമൂഹിക സുരക്ഷയിൽ ജനഹിതം എന്താണ്? വനിതാ പെൻഷൻ പദ്ധതിയെ വീട്ടമ്മമാർ ഏറ്റെടുത്തോ? സുരക്ഷാ പെൻഷൻ 2000 രൂപയാക്കിയത് മികവുറ്റ ആശ്വാസമോ? ഇവിടെ മതഭേദങ്ങളില്ല തമ്മിൽ. അപ്പോൾ ഇപ്പോൾ നമ്മളുള്ളത് ആലപ്പുഴ ജില്ലയിലാണ്. അപ്പോൾ നമ്മുടെ അടുത്തുള്ളത് ലോട്ടറിയുടെ ക്ഷേമ പെൻഷൻ കിട്ടുന്ന ഒരു ചേട്ടനാണ്. ചേട്ടന്റെ പേരൊന്ന് പറയൂ. വേണുഗോപാൽ. ചേട്ടൻ എത്ര നാളായിട്ട് ഈ ഒരു പെൻഷൻ കിട്ടുന്നുണ്ട്? എനിക്കിപ്പം ഒരു 6 മാസമായിട്ട് പെൻഷൻ ആയിട്ടുള്ളൂ. 6 മാസം എനിക്ക് തന്നിട്ടുണ്ട്, എല്ലാം കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ 6 മാസത്തിന്റെ ഇടയ്ക്കല്ലേ നമുക്ക് 2000 രൂപയൊക്കെ വർധനവുണ്ടായത്? അപ്പോഴും തന്നെ അത് ലഭിച്ചിരുന്നു അല്ലേ? സർക്കാരിന്റെ ക്ഷേമനിധി പെൻഷൻ എന്തെങ്കിലും ഒക്കെ ലഭിക്കുന്നുണ്ടോ? വാർദ്ധക്യ പെൻഷൻ ലഭിക്കുന്നുണ്ട്. മരുന്ന് മേടിക്കുന്നുണ്ട്, പിന്നെ അതുകൊണ്ട് ചൂടുവെള്ളം കുടിക്കുന്നുണ്ട്, കിട്ടുന്നുണ്ട്. നമ്മുടെ സർക്കാരിന്റെ ഈ ഒരു സേവനത്തെ പറ്റിയുള്ള അഭിപ്രായം? സേവനം നല്ല, ഇതേവരെയുള്ള അനുഭവത്തിൽ നല്ല സേവനമാണ് പൊതുവായിട്ട് എല്ലാ മേഖലകളിലും. നമുക്ക് വാർദ്ധക്യ പെൻഷനൊക്കെ ആണെങ്കിലും 1600-ൽ നിന്നും 2000 ഒക്കെ ആക്കിയല്ലോ. ആദ്യം തുടക്കത്തിൽ 1000 ആയിരുന്നു, ഇപ്പൊ അത് 2000 ആയി. അപ്പൊ അതൊക്കെ ലഭിച്ചു തുടങ്ങിയോ? 2000 ആയിട്ട് തന്നെയാണോ ലഭിക്കുന്നത്? 2 മാസം കിട്ടിയില്ല. അപ്പം അച്ഛൻ എന്താണ് അടുത്ത് ഇപ്പം പറയാണ് ഇങ്ങനെ ഒരു പെൻഷൻ ഒന്നും വേണ്ട, ഇതിന്റെ ഒന്നും ആവശ്യമില്ല, ഇതെല്ലാം വെട്ടിക്കുറയ്ക്കണം എന്നുള്ളൊരു സാഹചര്യം വരുവാണെങ്കിൽ എന്താ അച്ഛന് പറയാനുള്ളത്? അങ്ങനെയുള്ളൊരു സാഹചര്യം നമുക്ക് വരത്തില്ല. അത്രയ്ക്ക് വിശ്വാസമുണ്ട് സർക്കാരിൽ. അതിൽ നിന്ന് ആരെങ്കിലും പിന്മാറിയാലും പിന്നെ വാങ്ങാനുള്ളവർക്ക് കൊടുക്കണം, അർഹതപ്പെട്ടവർക്കെല്ലാം കൊടുക്കണമെന്ന് അഭിപ്രായമാണ്. സ്ത്രീകൾക്ക് 30 വയസ്സ് കഴിഞ്ഞവർക്ക് 1000 രൂപ ഉണ്ടെന്ന് പറയുന്നില്ല. അപ്പൊ അതൊരു നല്ലൊരു തീരുമാനമായിട്ട് തോന്നിയിരുന്നോ? കിട്ടുകയാണെങ്കിൽ തീരുമാനം നല്ലതാണ്. അതിപ്പം വീട്ടമ്മമാർക്ക് ആവശ്യമുണ്ടെന്ന് ആയിട്ട് അമ്മയ്ക്ക് തോന്നിയിട്ടുണ്ടോ? ആവശ്യമുണ്ട്. എല്ലാരും പാവപ്പെട്ടവരല്ലേ. 1000 രൂപ കിട്ടി ഞങ്ങള് ലോണൊക്കെ എടുത്തല്ലേ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ നടത്തുന്നേ. നമുക്കത് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും വലിയൊരു ഉപകാരമാണ് അല്ലേ? 30 വയസ്സ് കഴിയുന്ന സ്ത്രീകൾക്ക്, വീട്ടമ്മമാർക്ക് 1000 രൂപ പെൻഷൻ പറയുന്നുണ്ട്. അപേക്ഷ കൊടുക്കുന്ന കാര്യം പറയാം. അത് നല്ലൊരു കാര്യമായിട്ട് തോന്നിയിരുന്നു. കിട്ടുന്നവർക്ക് സന്തോഷം. ഭരിക്കും അച്ഛനും പെൻഷൻ കിട്ടുന്നുണ്ടോ? അതുകൊണ്ടാണ് ഞങ്ങൾ മരുന്ന് മേടിക്കുന്നത്. അച്ഛൻ എന്തായിരുന്നു തൊഴിൽ? എന്തായിരുന്നു? ഈ പാടത്ത് നിലം പൂട്ടുന്ന പണി. കന്നുകാലി പൂട്ടുന്ന കണ്ടിട്ടുണ്ടോ? അതുകൊണ്ട് കർഷക തൊഴിലാളിയാണ്. കൊയ്യാൻ പോവും, മെതിക്കാൻ പോവും. വാർദ്ധക്യ പെൻഷനാണോ കർഷക തൊഴിലാളി പെൻഷൻ? അമ്മയ്ക്ക് കിട്ടുന്നതോ? അമ്മയ്ക്കും കർഷക. ഞങ്ങൾ രണ്ടുപേരും പാടത്ത് പണിക്കാരായിരുന്നു. അപ്പൊ നമ്മുടെ സർക്കാർ ഇപ്പം 2000 രൂപ വരെ 2000 രൂപ കിട്ടും. ഞാൻ 2 പ്രാവശ്യം കിട്ടി കഴിഞ്ഞു. 2 പ്രാവശ്യം കിട്ടി. സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഈ ഒരു നീക്കത്തിൽ നിന്ന് എന്താണ് പറയാനുള്ളത്? നല്ല അഭിപ്രായം പറയാനുള്ളത്. നല്ല അഭിപ്രായമാണ്. 10 വർഷമായി ഇടതുപക്ഷ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ ഓരോന്നായി വിലയിരുത്തുമ്പോൾ സമൂഹത്തിൻ്റെ വിവിധ തുറകളിലുള്ള ജനവിഭാഗങ്ങളെ സംരക്ഷിക്കുന്ന തരത്തിൽ, അവരുടെ കാര്യങ്ങൾ ഗൗരവമായി പരിഗണിക്കുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനമാണ് നമ്മുടെ സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഏതെങ്കിലും ഒരു വിഭാഗത്തിന് വേണ്ടി മാത്രമല്ല, എല്ലാ വിഭാഗം ജനങ്ങളിലും അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എത്തിക്കുന്നതിൽ സർക്കാർ അതിഗൗരവമായി ഇടപെടുകയും വളരെ സുതാര്യമായി അത് ജനങ്ങളിൽ എത്തിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് എനിക്ക് വ്യക്തിപരമായി പറയാനുള്ളത്. ദുർബല ജനവിഭാഗങ്ങൾക്കായി 1980 മുതലാണ് കേരളം ക്ഷേമ പെൻഷനുകൾ നൽകി വരുന്നത്. വ്യക്തിപരമായ സാമ്പത്തിക പരാധീനതകളിൽ നിന്ന് അവശ്യ ജനവിഭാഗങ്ങളെ സംരക്ഷിക്കുന്ന സർക്കാരിന്റെ ഈ കരുതൽ സാമൂഹിക നീതി ഉറപ്പാക്കാൻ പ്രതിജ്ഞാബദ്ധരായവരുടെ ഐക്യദാർഢ്യം കൂടിയാണ്. അതാണിപ്പോൾ 62 ലക്ഷം പേരുടെ പുഞ്ചിരിയായി പടരുന്ന കേരളത്തിലെ സാമൂഹിക സുരക്ഷാ ക്ഷേമ പെൻഷനുകൾ.
നമ്മുടെ സാമൂഹ്യ ക്ഷേമനിധി പദ്ധതിയുടെ പെൻഷനൊക്കെ കിട്ടുന്നുണ്ട് എല്ലാ മാസവും? അതെല്ലാം കിട്ടുന്നുണ്ട്. ആ സാറ് കൊണ്ടുവന്ന് പേരൂക്കടയിലെ ഒരു സാറ് കൊണ്ടുവന്ന് തരുന്നുണ്ട്. ശരിക്കും കിട്ടുന്നുണ്ട്. അത് ഒരു മാറ്റമില്ല. എന്നെ വിളിച്ചാൽ ഇതാക്കണം. ഭയങ്കര കഷ്ടമായിരുന്നു. അത് കണ്ട് തന്നെ മുമ്പോട്ട് പോകുന്നത്. വേറെ എന്തെങ്കിലും വരുമാന മാർഗം ഉണ്ടോ? ഒന്നുമില്ല, ഒരു വരുമാനം നടക്കുന്നില്ല. ഇത് വെച്ചാണ് ഞാൻ തള്ളി നിൽക്കുന്നത്. ഇപ്പൊ നമുക്ക് 2000 രൂപയായിട്ട് അത് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതിലെന്താണ് അഭിപ്രായം? നല്ലത് തന്നെ. ഈ സർക്കാർ വന്നുകൊണ്ട് അത് തരുന്നോണ്ട് കുറച്ചുകൂടെ ഇതായി. ഏതാത് പെട്ടെന്ന് അത്യാവശ്യത്തിന് എന്തെങ്കിലും കയ്യിൽ കാണും. ഇവർ വന്ന ശേഷം നമുക്ക് കറക്റ്റ് പൈസ കിട്ടുന്നുണ്ട്. ഒരു കുഴപ്പമില്ല. ഇനിയും വീണ്ടും ഇവർ തന്നെ വരണമെന്നുള്ള ആഗ്രഹമാണ്. എല്ലാ മാസവും കറക്റ്റായിട്ട് എല്ലാ മാസവും കറക്റ്റ് പേരക്കട എന്നാണ് കൊണ്ടുതരുന്നത്. കേരള ബാങ്കിൽ നിന്നാണ് കൊണ്ടുവരുന്നത്. ഇവിടെ കൊണ്ടുതരുവാണല്ലേ? നമ്മൾ കൊണ്ടുവരുന്നത്. വയ്യാത്തോണ്ടൊക്കെ പോകാൻ പറ്റൂല. അപ്പോൾ അവരിവിടെ കൊണ്ടാണ് തരണം. ചെറുകിട തൊഴിൽ ചെയ്യുന്ന എല്ലാവർക്കും 50 വയസ്സിന് മുകളിലോട്ടുള്ള എല്ലാവർക്കും ഇപ്പം പെൻഷൻ വരുന്നുണ്ട്. അതെല്ലാം അറിഞ്ഞേ. ഇതുവരേക്കും നമ്മൾ പറഞ്ഞിരുന്ന എല്ലാം സർക്കാർ പറഞ്ഞിരുന്ന എല്ലാം ഒരു രൂപ പോലും ഇല്ല. എല്ലാം കറക്റ്റ് മാസം നമ്മൾ കറക്റ്റ് അതായത് കിട്ടുന്നുണ്ട്. പക്ഷേ ഇപ്പം മുടക്കമുണ്ടായിരുന്നു. അതെല്ലാം തന്നത്. നമ്മുടെ ക്ഷേമനിധി പെൻഷനൊക്കെ കിട്ടുന്നുണ്ടോ? എല്ലാ മാസവും കിട്ടുന്നുണ്ട്. വീട്ടിൽ ആരൊക്കെയുണ്ട്? ഞങ്ങൾ രണ്ടുപേരുണ്ട്. രണ്ടുപേർക്കും കിട്ടുന്നുണ്ട്. രണ്ടുപേർക്കും കിട്ടുന്നുണ്ട്. ആ തുക കൊണ്ട് തന്നെ കഴിയുന്നത്. ഇപ്പം അല്ലാതെ വേറെ വരുമാനമൊന്നുമില്ല. എല്ലാ മാസവും തുടർച്ചയായിട്ടും വരുന്നുണ്ട്. തുടർച്ചയായിട്ടും. ഇത് 1600 ആയിരുന്നില്ലേ? അതിപ്പോ 2000 ആയി. 2000 ആക്കിയതിൽ എന്താണ് അമ്മയ്ക്ക് പറയാൻ? അത് നല്ലത് തന്നെ. നല്ലത്, എല്ലാം നല്ലത് തന്നെയാണ്. എല്ലാം കൊണ്ടും അപ്പം ഹാപ്പിയാണോ? ഹാപ്പിയാണ്. എല്ലാം മക്കൾക്ക് തന്നത് സാധിക്കില്ല. എനിക്ക് അത്രയ്ക്കുള്ള അസുഖവും മാസം 10000 രൂപ കൂടുതൽ മരുന്നിന് വേണം. പിന്നെ ഇതൊരു ചെറിയൊരു സഹായമാണെങ്കിലും നമുക്ക് ഫലപ്രദമാണോ? ഫലപ്രദമാണ്. അപ്പം മുൻപോട്ടും ഇങ്ങനെ തന്നെ പോകണം എന്ന് ആഗ്രഹമുണ്ട്. സർക്കാരിന്റെ പെൻഷൻ വരുന്നുണ്ടല്ലോ? കഴിഞ്ഞ പ്രാവശ്യം കിട്ടി. ഈ മാസത്തും കൂടെ ചേർത്താണ് തന്നത്. ജനുവരി മുതൽ തുടങ്ങുകയാണ് 2000 രൂപ എന്ന് പറഞ്ഞിട്ട് ആ 2000വും അല്ലാതെ ഒരു 1600 രൂപ 2 മാസത്തെ കുടിശ്ശിക ഉണ്ടായിരുന്നു. അതും കൂടെ ചേർത്ത് കഴിഞ്ഞ മാസം തന്നു. അപ്പം എന്താണ് അച്ഛൻ്റെ അഭിപ്രായം? ഇത് നമുക്ക് ഉപയോഗപ്പെടുന്നുണ്ടോ? ഫലപ്രദമാണോ? നമുക്ക് ഫലപ്രദം അല്ലെങ്കിലും ചെറിയ ഒരു അംശം അതിൽ നിന്ന് എടുത്ത് ചിലവാക്കാം. മരുന്നിനൊക്കെ പെട്ടെന്നൊക്കെ അത്യാവശ്യത്തിനൊക്കെ എടുക്കാൻ സാധിക്കും. ഇപ്പോൾ ഈ ഷുഗറിൻ്റേതുള്ളത് കൊണ്ട് കാല് നടക്കാൻ കയറാനൊന്നും വയ്യ. ഇങ്ങോട്ട് റോഡിലോട്ട് പോലും കയറാൻ വയ്യ. അങ്ങനെ അതൊക്കെയാണ്. നമുക്ക് ചെറുപ്പത്തിലൊക്കെ വളരെ ഓടി നടന്ന് പാർട്ടി വർക്കെല്ലാം ചെയ്തതാണ്. അത് കഴിഞ്ഞ് മണ്ഡലം പ്രസിഡൻ്റായിരുന്നു. കുറവാണോ? കോൺഗ്രസ്. കർഷക തൊഴിലാളികൾ മുതൽ അവശ ജനവിഭാഗങ്ങൾക്ക് വരെ ക്ഷേമ പെൻഷൻ നൽകുന്ന നാടാണ് കേരളം. 50 കഴിഞ്ഞ അവിവാഹിതരായ വനിതകൾ, വയോജനങ്ങൾ, മാനസികവും ശാരീരികവുമായി വെല്ലുവിളി നേരിടുന്നവർ, വിധവകൾ എന്നിങ്ങനെ 5 വിഭാഗങ്ങൾക്കും 16 തൊഴിൽ വിഭാഗങ്ങളിലെ വിരമിച്ച തൊഴിലാളികൾക്കും പിന്തുണ നൽകുന്ന സാമൂഹ്യ ഭദ്രതാ പദ്ധതി കൂടിയാണ് ക്ഷേമ പെൻഷൻ. ക്ഷീരകർഷകർ, മത്സ്യത്തൊഴിലാളികൾ, ലോട്ടറി വിൽപ്പനക്കാർ, കയർ ഖാദി തൊഴിലാളികൾ, ചെറുകിട വ്യാപാരികൾ, അസംഘടിത മേഖലയിലുള്ളവർ, ചുമട്ടുതൊഴിലാളികൾ, ആഭരണ തൊഴിലാളികൾ, ചെറുകിട തോട്ടം തൊഴിലാളികൾ തുടങ്ങി കശുവണ്ടി തൊഴിലാളികൾ വരെ ഉൾപ്പെടുന്ന വിഭാഗങ്ങൾക്കാണ്
സർക്കാർ ക്ഷേമ പെൻഷൻ നൽകി വരുന്നത്. എല്ലാ വിഭാഗങ്ങളിലും നിറയുന്ന സംതൃപ്തി, എല്ലാവരെയും പരിഗണിക്കുന്ന സംരക്ഷണം. എങ്ങനെയാണ് നമുക്ക് കശുവണ്ടി തൊഴിലാളികൾക്കുള്ള സഹായങ്ങളൊക്കെ? കശുവണ്ടി തൊഴിലാളിക്കുള്ള സഹായങ്ങൾ നമ്മുടെ ഗവൺമെൻറ് നമുക്ക് ഇഷ്ടം പോലെ സഹായിക്കുന്നുണ്ട്. പെൻഷൻ വർദ്ധിക്കുന്നുണ്ട്. പെൻഷൻ 1600 രൂപയായിരുന്നു, ഇപ്പം അത് 2000 രൂപയാക്കി നമ്മുടെ സർക്കാർ ഇതെല്ലാം നിയമിക്കുന്നുണ്ട്. അത് ഇവിടെ ക്ഷേമനിധി പെൻഷനും ഞങ്ങൾക്ക് ജോലിക്കൊന്നും ഒരു തടസ്സവും ഇല്ല. എല്ലാം കൊണ്ടും നല്ല കാര്യങ്ങളെ ഇവിടെ ചെയ്തിട്ടുള്ളൂ. ഇനി മുൻപോട്ട് സർക്കാർ ഇതുപോലെ തന്നെ വരട്ടെ എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. എല്ലാ തൊഴിലാളിക്കും ആഗ്രഹമുണ്ട് ഈ സർക്കാർ മുമ്പോട്ട് വരണമെന്നാണ്. നമുക്ക് വേണ്ട എല്ലാ സഹായവും സർക്കാർ തരുന്നുണ്ടോ? തരുന്നുണ്ടോ? ഈ സർക്കാർ മുമ്പോട്ടും വേണം നമുക്ക് തോന്നിയിട്ടുണ്ടോ? പിന്നെ ഈ സർക്കാർ വേണമെന്ന് തോന്നിയിട്ടുണ്ട്. നല്ല ഭരണമാണോ? നമുക്ക് ലഭിക്കുന്നുണ്ടോ? ഞങ്ങൾക്ക് എന്നും ജോലിയുണ്ട്. എന്നും ജോലിയുണ്ട്. ഞങ്ങൾക്ക് അതാ വലിയായിരുന്നു. ഞങ്ങള് ജോലി ഇല്ലെങ്കിൽ പട്ടിണിയാണ്. അമ്മ എല്ലാം കൊണ്ടും അതില് സന്തോഷവതിയാണോ? സന്തോഷവതിയാണ്. ഉണ്ടായിട്ടില്ല എനിക്ക് ജോലിയൊന്നും. അല്ലെങ്കിൽ വേറെ ഒരാളാണ് ഈ തരൂ. തീർച്ചയായിട്ടും സർക്കാരിനെ പിന്തുണയ്ക്കുവാണ്. അപ്പൊ നമുക്ക് ഈ ആനുകൂല്യങ്ങളെല്ലാം ലഭിക്കുന്നത് കേന്ദ്രത്തിൽ നിന്നാണോ അതോ നമ്മുടെ സർക്കാരിൽ നിന്നാണോ? കേന്ദ്രത്തിനോട് ആവശ്യപ്പെട്ട് നമ്മുടെ സർക്കാർ നമുക്ക് നേടി തരുന്നുണ്ട്. അപ്പോൾ മുൻപിരുന്ന സർക്കാരിനെ അപേക്ഷിച്ച് ഇപ്പൊ നമ്മുടെ സർക്കാരാണോ കുറച്ചും കൂടി? ഈ നമ്മുടെ സർക്കാർ തന്നെയാണ് ക്ഷേമനിധി പെൻഷനും എല്ലാം വർദ്ധിപ്പിച്ചതും. നമുക്ക് പെൻഷൻ നല്ല രീതിയിൽ പ്രവർത്തിച്ച് ഒരുപാട് കുടിശ്ശികളുണ്ടായിരുന്നു മറ്റു ഭരണത്തിൽ കയറിയപ്പോൾ നമുക്ക് അതെല്ലാം കുടിശ്ശില്ലാതെ കിട്ടുന്നുണ്ട്. എല്ലാ രീതിയിലും തൃപ്തിയാണോ ഈ ഒരു സർക്കാരിന്റെ ഭരണത്തില്? മത്സ്യത്തൊഴിലാളികൾക്കുള്ള ക്ഷേമനിധി പെൻഷൻ കിട്ടുന്നുണ്ടോ? അതെ, അത് 2000 രൂപ കിട്ടുന്നുണ്ട്. എൻ്റെ ഭാര്യയ്ക്കും കിട്ടുന്നുണ്ട്. ഇത് കിട്ടുന്നുണ്ട്. ഒരു ആശ്വാസമാണ് ഞങ്ങൾക്ക് ഒരു മാസത്തിൽ. അതുകൊണ്ടാണ് ഞങ്ങൾ ചിലവ് കഴിഞ്ഞു പോകുന്നത്. ഇപ്പം തൊഴിൽ ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലാണ്? തൊഴിൽ ചെയ്യാൻ പറ്റുന്ന കണ്ടീഷനൊന്നും അല്ല. എനിക്ക് ഷുഗറാണ്. 10, 300, 380, 400 ഇങ്ങനെയൊക്കെയാണ് ഷുഗർ. അപ്പോൾ ഇതൊരു വരുമാനമാണ്. ഇത് സർക്കാർ തരുന്നുണ്ട്. നമ്മൾ ജീവിച്ചു പോകുന്നു. ക്ഷേമനിധിയാണോ സാമൂഹ്യനിധിയാണോ ഏതാ വരുന്നത്? ക്ഷേമനിധിയാണ്. ക്ഷേമനിധി പെൻഷനേ കിട്ടുള്ളൂ. അത് നമുക്ക് റിട്ടയർഡ് ആയാലേ നമുക്ക് കിട്ടുള്ളൂ. ഇപ്പൊ എത്ര വയസ്സുണ്ട് അമ്മയ്ക്ക്? എനിക്ക് 56. 2 വർഷം കൂടി കഴിഞ്ഞാൽ പെൻഷനിലേക്കാവും അല്ലേ? അപ്പൊ അതില് ഇപ്പം 1600 എന്നുള്ളത് 2000 രൂപയായിട്ടൊക്കെ വർദ്ധിപ്പിച്ചെന്ന് അറിഞ്ഞായിരുന്നോ? കിട്ടിയ നല്ല കാര്യമായിട്ട് തോന്നിയിരുന്നു. നല്ല കാര്യം തന്നെയാണ്. ഇനിയും കൂടുമെന്നല്ലേ പറയണത്. ഈ പൈസ എന്താ അമ്മ ഉപകരിക്കുന്നത്? വീട്ടിൽ വേറെ കാര്യങ്ങൾ, കറണ്ട് ബില്ലടയ്ക്കാൻ ചിലപ്പോൾ വെള്ളത്തിനടയ്ക്കണം, പിന്നെ അങ്ങനെയൊക്കെ ഉള്ള വേറെ കാര്യങ്ങൾ. ഇതുകൊണ്ട് നേരത്തെ നമുക്ക് 1600 ആയിരുന്നല്ലോ, 2000 ആക്കി മാറ്റിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് എന്താ അമ്മയ്ക്ക് അഭിപ്രായം? ഇതിനെക്കുറിച്ച് നല്ല കാര്യം തന്നെയാണ്. 10 പൈസ കൂടുതൽ നമുക്ക് കിട്ടുമ്പോൾ നമുക്ക് സന്തോഷം തന്നെയാണ്. ഇത് പെട്ടെന്ന് നിർത്തലാക്കുകയാണെന്ന് അറിഞ്ഞാൽ? നിർത്തലാക്കിയാൽ നമ്മളെ കാര്യം അതോഗതിയാണ്. ഇപ്പം വരുന്നതിൽ സന്തോഷമുണ്ട്. വരുന്നതിൽ സന്തോഷമില്ല. മുൻപോട്ട് ഇത് തുടരണം എന്നാണ് നമ്മളെ. നമുക്ക് വേറെ വരുമാനമൊന്നും ഇല്ലല്ലോ. ചേച്ചി ഏത് മേഖലയിൽ പെട്ട തൊഴിലാളിയാണ് ഇപ്പൊ? കാരണം നമ്മുടെ പ്ലാന്റേഷൻ ആയതുകൊണ്ട് തന്നെ. പ്ലാന്റേഷനിൽ ടാപ്പിംഗ് തൊഴിലാളിയായിട്ടാണ് പെൻഷനായത്. എത്ര കിട്ടുന്നുണ്ട് ഇപ്പം? 2245 രൂപ മാസം പെൻഷൻ കിട്ടുന്നുണ്ട്. അതായത് കൃത്യസമയത്ത് നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്ക് എന്തുമാത്രം തുക നമുക്ക് ഈ നൽകിക്കൊണ്ടിരിക്കുന്ന പെൻഷനും ഓരോ പദ്ധതിയൊക്കെ വരുന്നില്ലേ? അപ്പോൾ അത് നമ്മുടെ സർക്കാരിൻ്റെ ആണോ അതോ കേന്ദ്രത്തിൽ നിന്നാണോ? കേരള സർക്കാരാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും പൊതുവെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കുടിശ്ശികളൊക്കെ കിടന്നതൊക്കെ മാറിയിരുന്നു. അപ്പം മുമ്പുള്ള സർക്കാർ ഇരുന്നപ്പോൾ നമുക്ക് കുറച്ച് കുടിശ്ശികളൊക്കെ വന്നതായിട്ടൊരു വാർത്ത ഉണ്ടായിരുന്നല്ലേ? അപ്പോൾ അത് നമുക്ക് ഈ ഒരു സർക്കാർ കയറിയതിന് ശേഷം അതെല്ലാം കിട്ടി. പിണറായി സർക്കാർ വന്നാണ് എല്ലാം പടിപടിയായിട്ട് ഉയർത്തി കൊണ്ടുവന്ന് ഇപ്പോൾ ഈ പൊതുമേഖലാ സ്ഥാപനത്തിൽ നല്ല മെച്ചപ്പെട്ട രീതിയിൽ വെളിയിലെ പ്രൈവറ്റ് മേഖലയിൽ കിട്ടുന്നതിനെക്കാട്ടിലും മെച്ചപ്പെട്ട ബോണസ് ആയാലും എല്ലാ ആനുകൂല്യങ്ങളും കൊടുത്ത് തൊഴിലാളികൾക്കൊപ്പം നിൽക്കുന്നതാണ് ഈ സർക്കാർ. നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ ആര്യാട് എന്ന സ്ഥലത്തെ ഒരു കയർ ഫാക്ടറിയിലാണ്. അപ്പോൾ എങ്ങനെയുണ്ട് അമ്മയ്ക്ക് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് കയർ തൊഴിലാളികൾക്ക് എന്തെങ്കിലും അനുകൂലമായിട്ടൊക്കെ തോന്നിയിട്ടുണ്ടോ? കുടിശ്ശികയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ തീർത്തിപ്പോൾ തന്നു. ഈ കഴിഞ്ഞ മാസം മുതൽ 2000 രൂപ വെച്ച് കിട്ടാൻ തുടങ്ങി. എത്ര വർഷമായി പെൻഷനായിട്ട്? ഒരു 3 വർഷമായി. നമുക്ക് ലഭിക്കുന്ന പെൻഷൻ ഏതാ? കയർ തൊഴിലാളി ക്ഷേമനിധി പെൻഷൻ തന്നെയാണ്. എങ്ങനെയുണ്ട് നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് കയർ തൊഴിലാളികൾക്കുള്ള സഹായമൊക്കെ? പണി കുറവാണെങ്കിലും പെൻഷൻ കിട്ടുന്നുണ്ട്, പെൻഷൻ മുടങ്ങാതെ കിട്ടുന്നുണ്ട്. അതെ. ആണ്ടിൽ ഒരു പ്രാവശ്യം എനിക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിൽ നിന്ന് മരുന്നിനുള്ള 9 രൂപ 10 രൂപ എടുത്ത് നമുക്ക്
ഈ ഒരു പെൻഷൻ അല്ലാതെ തന്നെ നമുക്ക് വേറെ ലഭിക്കുന്നുണ്ടല്ലേ? അപേക്ഷ കൊടുക്കുമ്പോൾ കിട്ടുന്നുണ്ട്. അപ്പം ഇതുവരെയും സർക്കാർ കർഷക തൊഴിലാളിയെ നല്ല രീതിയിലാണോ സ്വീകരിച്ചിട്ടുള്ളത്? കർഷക തൊഴിലാളിയെ നല്ല രീതിയിലാണ് സ്വീകരിച്ചിട്ടുള്ളത്. 63.67 ലക്ഷം പേരാണ് കേരളത്തിലെ ക്ഷേമ പെൻഷൻ ഡേറ്റാബേസിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. അതിൽ 63% വനിതകൾ ഉൾപ്പെടെ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയ 62 ലക്ഷത്തോളം പേരാണ് നിലവിലെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾ. ഇപ്പോൾ ഈ സർക്കാർ വനിതകൾക്കും സുരക്ഷാ പെൻഷൻ പദ്ധതി നടപ്പിലാക്കിയിരിക്കുകയാണ്. അങ്ങനെ കൊടുക്കുന്നത് നല്ലതാണ്. എത്രയോ ആൾക്കാർ അങ്ങനെ വീട്ടിൽ അവർക്ക് വരുമാനമൊന്നും ഇല്ലാതെയൊക്കെ ഇരിക്കുന്നവർ എന്തെങ്കിലും കൊടുത്താൽ അതൊരു വലിയ നേട്ടം തന്നെയാണ്. നല്ലൊരു അഭിപ്രായമാണ്. പക്ഷെ അത് കൂടുതൽ ആളുകൾക്കും അത് പ്രയോജനമുണ്ട്. പിന്നെ ഇടയ്ക്കും മറിക്കൊക്കെ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ കാണും. വേറെ വരുമാനമുള്ളവർ കാണും, ഇങ്ങനെയൊക്കെ ഉള്ളത് കാണും. പക്ഷെ അതെല്ലാം വീട്ടമ്മമാരെ അപേക്ഷിച്ച് അവർക്ക് ഏറ്റവും വലിയൊരു സഹായമല്ലേ? വീട്ടമ്മമാരെ അപേക്ഷിച്ച് അയ്യോ വലിയ സഹായമാണ്. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കിട്ടിയാൽ അത്ര നല്ല. എൻ്റെ മോക്ക് 35 വയസ്സേ ആയുള്ളൂ. ജോലിയില്ല. വീട്ടമ്മയാണ്. അവർക്ക് ഇത് ആവശ്യമാണെന്ന് തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? തോന്നിയിട്ടുണ്ട്. എല്ലാം കൊടുത്തിട്ടുണ്ട്. എല്ലാം കിട്ടിയാൽ അവർക്ക് കുഞ്ഞുങ്ങൾക്ക് 2 പേര് പഠിക്കുന്നുണ്ട്. ഭർത്താവിന് ജോലിയില്ല, കൂലിപ്പണിക്കാരനാണ്. അന്നേരം 1000 രൂപ ഒരു ചെറിയ തുകയാണെങ്കിലും നമുക്ക് സമാധാനം 1000 രൂപ കിട്ടുവാണെങ്കിൽ. എൻ്റെ ഭാര്യയ്ക്ക് 35 വയസ്സ് കഴിഞ്ഞു. അപേക്ഷ കൊടുത്തിരിക്കുന്നു. അത് വീട്ടു ജോലി ചെയ്യുന്നവർക്കുള്ള ധനസഹായമായിട്ടാണ് എടുത്തിരിക്കുന്നത്. അത് ഇവിടുത്തെ തീരദേശത്തുള്ള എല്ലാ സ്ത്രീകളും അതിനുവേണ്ടി അംഗങ്ങളായിട്ടുണ്ട്. പക്ഷേ ഇവിടെ സ്ത്രീകൾക്ക് അതൊന്നും മനസ്സിലാവുന്നില്ല. ഏത് ഗവൺമെന്റാണ് കൊണ്ടുവരുന്നത്? വീട്ടിലിരിക്കുന്നവർക്ക്, ജോലി ഇല്ലാത്തവർക്ക് അത് ആവശ്യമാണ്. ഉള്ളവർക്കാണെങ്കിൽ അത് കൊടുക്കേണ്ട കാര്യമില്ല. ഇല്ലാത്തവനെ കിട്ടണം. അർഹരായിട്ടുള്ളവർക്ക് കൊടുക്കുക. എങ്ങനെയുണ്ട് നമ്മുടെ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള സർക്കാരിന്റെ വെച്ചാൽ നേരത്തെ 600 ആയിരുന്നു, ഇപ്പൊ 2000 രൂപ വെച്ചുണ്ട്. പിന്നെ ഇപ്പൊ 35 വയസ്സിന് മേട്ടുള്ളവർക്ക് സർക്കാർ 1000 രൂപ വെച്ച പെൻഷൻ കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ വീട്ടമ്മമാർക്ക് ഇത് ലഭിക്കേണ്ട ആവശ്യമുണ്ടോന്ന് തോന്നിയിട്ടുണ്ടോ? ഉണ്ട്, നല്ല തന്നെ. എന്നുവെച്ചാൽ പരമ്പരം തൊഴിലില്ലാത്ത ഒരുപാട് പേരുണ്ട്. പഠിച്ച് നിൽക്കുന്ന കുട്ടികളുണ്ട്, അവർക്ക് തൊഴിലില്ല. അപ്പൊ അവർക്ക് മാസം 1000 രൂപ കിട്ടുന്ന വലിയ ആനുകൂല്യം തന്നെ സർക്കാർ നല്ല ഇതാ വെച്ചിരിക്കുന്നത്. ഇത് നിർത്തലാക്കുവാണെന്ന് പറയുവാണെങ്കിൽ എന്തായിരിക്കും? നിർത്തലാക്കരുത്. എന്നുവെച്ചാൽ ഒരുപാട് പേര് ഇതുകൊണ്ട് എത്രയോ പേര് ജോലി ഇല്ലാതെ നിൽക്കുന്നവരുണ്ട്. അവർക്ക് ഇതൊരു സഹായം തന്നെ. സർക്കാർ നല്ല രീതിയിൽ ചെയ്യുന്നത്. ഇത് മുന്നോട്ട് പോകണം. സാമൂഹ്യക്ഷേമ പദ്ധതികളിൽ ഗുണഭോക്താവല്ലാത്ത ട്രാൻസ് വുമണടക്കം പാവപ്പെട്ട കുടുംബങ്ങളിലെ സ്ത്രീകൾക്ക് എല്ലാ മാസവും 1000 രൂപ വീതം സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയാണ് സ്ത്രീ സുരക്ഷാ പദ്ധതി. 31.34 ലക്ഷം സ്ത്രീകൾക്കാണ് ഈ പദ്ധതി പ്രകാരം സഹായം ലഭിക്കുന്നത്. വർഷം 3800 കോടി രൂപ ചെലവിടുന്ന പദ്ധതിക്കായി തദ്ദേശ സ്ഥാപനങ്ങളിലൂടെ സർക്കാർ അപേക്ഷയും ക്ഷണിച്ചു കഴിഞ്ഞു. പെൻഷൻ കിട്ടണമെങ്കിലല്ലേ നമുക്ക് ജീവിക്കാക്കുള്ളൂ. ജോലിക്കൊന്നിനും വയ്യ. ഇപ്പം ഞാൻ മൂത്ത മോൾ അവിടെയാണ്. അവള് റേഷൻ കടയിലാണ് ജോലിക്ക് പോണേ. അപ്പം അവളാണ് നമ്മളെ രണ്ടുപേരെയും കാര്യം നോക്കണം. അപ്പോൾ ഈ പെൻഷന് 2 പശുവുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ മുമ്പോട്ട് ജീവിച്ചു വന്നത്. ഒരു മോള് കല്യാണം കഴിച്ച കുട്ടിയാണ്. അതിന് കല്യാണത്തോട് താല്പര്യമില്ല. പിന്നെ ഒരു മോനുണ്ട്, ജോലിയൊന്നും ആയിട്ടില്ല. ഇതുകൊണ്ടാണ് ഞങ്ങൾ ജീവിച്ചുകൊണ്ട് ഈ പെൻഷൻ കൊണ്ട് തന്നെയാണ്. പിന്നെ ഗവൺമെന്റിൽ നിന്ന് ലൈഫ് പദ്ധതിയിൽ എനിക്കൊരു വീട് കിട്ടിയായിരുന്നു. അപ്പൊ ആ വീടാണ് നമ്മളിപ്പോ ഈ വീടാണ്. ഇപ്പൊ എത്ര നാളായി കാണും വീട്? വീട് 8 വർഷമാണ്. ഓഗസ്റ്റ് 27 തീയതി 8 വർഷം. പെൻഷനൊക്കെ കിട്ടുന്നുണ്ടോ സർക്കാരിന്റെ? കിട്ടുന്നുണ്ട്. ഇപ്പൊ 2000 രൂപയാക്കി. അതൊക്കെ കിട്ടി തുടങ്ങിയോ? എങ്ങനെയുണ്ട് സർക്കാരിന്റെ പ്രവർത്തനത്തിനെ പറ്റി? എന്താ അമ്മയ്ക്ക് അഭിപ്രായം? എനിക്ക് കുറ്റം പറയാനില്ല. ഇത് പെട്ടെന്ന് ഇതിങ്ങനെ നിർത്തലാക്കുവാണെന്ന് അറിയുവാണെങ്കിൽ എന്തായിരിക്കും? കുറച്ചുകൂടി പ്രയാസം വരും. ഇപ്പോഴേ നെഞ്ചിനും വയ്യ. അപ്പം ഒരു വിഷമം അറിയുമ്പോൾ നമ്മളുടെ കാര്യമാണെങ്കിലും വീട്ടുകാർക്കൊരു പ്രശ്നമില്ലാതെ കുറച്ചൊക്കെ നടക്കുന്നുണ്ട്. ഭാര്യയ്ക്കും ഭർത്താവിന് 6000 രൂപ വേണം ഒരു മാസം മരുന്നിന്. അപ്പോൾ ഈ പെൻഷൻ കിട്ടുന്നത് കൊണ്ടും നമുക്ക് വലിയ ഉപകാരമാണ്. ഇനിയിപ്പോൾ കിട്ടിയാലേ ഞങ്ങൾക്കിപ്പോൾ മരുന്ന് മേടിക്കാൻ പറ്റത്തുള്ളൂ. എപ്പോഴെങ്കിലും ഈ ഒരു സർക്കാരിൻ്റെ ഭരണത്തിന് ശേഷം ഈ ഒരു ലഭിച്ചിരിക്കുന്ന പെൻഷനുകൾ എപ്പോഴെങ്കിലും മുടക്കം വന്നിട്ടുണ്ടോ? മുടക്കം വന്നിട്ടില്ല. കുടിശ്ശിക സഹിതം തന്നു തീർത്തല്ലോ ഈ സർക്കാർ. തീർത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ജനങ്ങൾക്കൊപ്പമാണ് ഈ സർക്കാർ എന്നുള്ളൊരു തോന്നൽ വന്നിട്ടുണ്ടോ? ഉണ്ട്. തീർച്ചയായിട്ടും. ഇനി അവർ തന്നെ വരണം.
സംസ്ഥാനത്ത് നിലവിലുള്ള 5 ഇനം സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളിൽ വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷൻ, വികലാംഗ പെൻഷൻ എന്നിവയ്ക്കായി തുച്ഛമായ തുകയാണ് കേന്ദ്ര ഫണ്ടായി കേരളത്തിന് ലഭിക്കുന്നത്. 900 കോടി രൂപ കേരളം പ്രതിമാസ ക്ഷേമ പെൻഷൻ വിതരണത്തിനായി നീക്കിവെക്കുന്നതിൽ 18.75 കോടി രൂപ മാത്രമാണ് ഈ ഇനത്തിലെ കേന്ദ്ര വിഹിതം. ഇതും കൃത്യമായി ലഭിക്കാത്ത ഘട്ടങ്ങളിൽ സംസ്ഥാനം തന്നെ മുൻകൂർ തുക നൽകിയാണ് വയോജനങ്ങൾ ഉൾപ്പെടെയുള്ളവർക്കായി കേരളം ക്ഷേമ പെൻഷൻ ഉറപ്പാക്കുന്നത്. നമ്മുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? ഉണ്ട്. വിശ്വാസമുണ്ട്. കയർ തൊഴിലാളിക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനമുണ്ട്. ഞങ്ങളൊക്കെ കയർ തൊഴിലാളികളല്ലേ, അപ്പോൾ കയർ തൊഴിലാളികൾക്ക് ഏറ്റവും പ്രയോജനമായിട്ട് നിൽക്കുന്നത് ഇവരാണ്. ഈ ഒരു സർക്കാരാണല്ലേ. അപ്പം നിലവിൽ ഇതിൽ തൃപ്തിയാണോ? അതെ, തൃപ്തിയാണ്. ഹാപ്പിയാണ് എല്ലാ കാര്യങ്ങളും. 1600 രൂപയിൽ നിന്ന് ഇപ്പോൾ 2000 രൂപ ആക്കി. ഇത് 2500 ആക്കിയാലും 500 ആക്കി തരണം എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പം ഉറപ്പായിട്ടും പിന്തുണയുണ്ടാവും. പിന്തുണയാണ്, ഉറച്ച പിന്തുണയാണ്. പിന്തുണയ്ക്കുന്നുണ്ട്. പിന്നെ അതിനെപ്പറ്റി ഇങ്ങോട്ട് ചോദ്യം വേണ്ട, അതാണ് ഞങ്ങളുടെ ഒരു ധൈര്യമുണ്ട്. പിന്നെ ഇനി മുടങ്ങാതെ കിട്ടിയാൽ മതി. മുന്നോട്ട് ഈ ഭരണം വരട്ടെ എന്നുള്ളൊരു ഇതുണ്ടോ? വരണം തന്നെയാണ്. ഈ സർക്കാർ ഇനിയും മുമ്പോട്ട് വരണമെന്ന് തന്നെ ആശ. വളരെ ഹാപ്പിയാണ്. അപ്പൊ നമ്മോടൊപ്പം നിൽക്കുന്ന സർക്കാരിനോടൊപ്പം ജനങ്ങളും. അത് നല്ലതല്ലേ? ചേട്ടാ, ഈ ലാസറിന്റെ വീട് ഏതാണ്? വരമ്പത്ത് വീട്ടിലെ ലാസറാണോ? വീടാണെന്നൊന്നും പറയാൻ പറ്റില്ല സാറേ, അതൊരു കൊച്ചു കുടിലാണ്. മക്കളൊക്കെ നല്ല നിലയിലായപ്പോൾ ആർക്കും ലാസറിന് വേണ്ട. വളരെ കഷ്ടമാണ് അയാളുടെ ചരിത്രം പറഞ്ഞുകൊണ്ടിരിക്കാതെ വീട് പറഞ്ഞു കൊടുക്കേട്ടാ. 6 റോഡിലൂടെ പോയ പോലെ ആ വരമ്പത്ത് 3ാമത്തെ വീട്. അങ്ങനെ പറഞ്ഞാൽ സാർ വിഷമിച്ചു പോകല്ലോ. വാ സാറേ, ഞാൻ കാണിച്ചു തരാം. സാർ എവിടുന്ന? ഞാൻ ബാങ്കിൽ നിന്നാണ്. സാറേ, ജപ്തി വല്ലതാണോ? നിങ്ങൾ വഴിയൊന്ന് കാണിച്ചു തന്നാ മതി. ലാസറേ എന്താ? ബാങ്കിൽ നിന്ന് വന്ന സാറാ, ലാസറിനെ കാണാൻ വന്നതാ. എന്താ സാറേ കാര്യം? ലാസറിന്റെ കയ്യിൽ തിരിച്ചറിയൽ കാർഡ് ഉണ്ടല്ലോ അല്ലേ? ഉണ്ട് സാർ. ഞാൻ ലാസറിന് പെൻഷൻ കാശ് തരാൻ വേണ്ടി വന്നതാണ്. ആരോരും ഇല്ലെങ്കിൽ എന്താ ലാസറേ, നമ്മുടെ സർക്കാർ നമ്മോടൊപ്പം ഉണ്ടല്ലോ. 2 കൈ കൊണ്ടൊക്കെ വാങ്ങിക്കണം. ആർക്കും വേണ്ടാത്ത ഈ കളവന് സർക്കാർ എന്ന സഹായത്തിന് നന്ദി പറയാൻ വാക്കുകളില്ല സാറേ, വാക്കുകളില്ല. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതി രാജ്യത്ത് തന്നെ ഏറ്റവും ഫലപ്രദമായി നടപ്പിലാക്കുന്ന നാടാണിപ്പോൾ കേരളം. ഈ രംഗത്തും മാതൃക തീർക്കുന്ന കേരളം സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിലേക്കുള്ള രാജ്യത്തിൻ്റെ പ്രയാണത്തിൽ നമുക്ക് മുന്നിൽ തന്നെ നിൽക്കാൻ അവസരമൊരുക്കുകയാണ്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും സുരക്ഷാ പെൻഷനുകൾ ലക്ഷക്കണക്കിന് ജനങ്ങളുടെ പ്രതീക്ഷയും തണലുമാണ്. അതിനെ എതിർക്കുന്നവർ ചുറ്റിലുമുള്ളവരുടെ കണ്ണീരിനെ കണ്ടില്ലെന്ന് നടിക്കാൻ പഠിക്കുകയാണ്. നന്മയുള്ള മനുഷ്യർ അത്തരം വാദഗതികളെ തുറന്നെതിർക്കട്ടെ. വേഗമാ, ബസ് ഇപ്പൊ പോകും. അയ്യോ പോവല്ലേ, ചെരുപ്പ് കൊണ്ട്. അയ്യോ, ഒരു മിനിറ്റ്, ഇപ്പൊ വരാം. വാന്ന് അവരും കൂടി ഒന്ന് വന്നോട്ടെ. ചെരുപ്പൊക്കെ തച്ച് പയ്യെ വന്നാ മതി. അയ്യോ, പോട്ടെ 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 പോട്ടെ. ഒന്ന് നിർത്തന്നേ. ബസ് പോയി, ചെരുപ്പും പോയി, ബസ്സും പോയി. ഇനിയിപ്പോ എന്ത് ചെയ്യും? അവൻ പോണെങ്കിൽ പോട്ടെ, നമുക്കൊരു ഓട്ടോ പിടിച്ചു പോകാം. സർക്കാർ തന്ന പെൻഷൻ അല്ലേ കയ്യിലിരിക്കുന്നേ. ചാവട്ടി വീഴടാ മോനെ. അവശ്യ വിഭാഗങ്ങൾക്ക് ക്ഷേമ പെൻഷൻ ഉറപ്പാക്കി പിണറായി സർക്കാർ. എല്ലാ വിഭാഗങ്ങൾക്കും സർക്കാരിന്റെ കരുതൽ.